ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഫൈൻഡിങ് ദ ഫറി കാറ്റ് എന്നാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ പേരിൽ. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് വർക്ക്സ് വരുന്നത്, വർക്ക് ബുക്ക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, അതായത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി, അതായത് വർക്ക് ബുക്കിലെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നതാണത് കേട്ടോ. എന്താണത്? ടിക്ക് ദ വൺസ് ദാറ്റ് ആർ ഇൻസൈഡ് ആൻഡ് ക്രോസ് ഔട്ട് ദ വൺസ് ദാറ്റ് ആർ ഔട്ട്സൈഡ്. എന്താ വേണ്ടത്? ഇൻസൈഡ് ഉള്ളത് എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. ഔട്ട്സൈഡ് ഉള്ളത് എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇൻസൈഡ് നിൽക്കുന്നത് ആരാണ്? ഡോറിൻ്റെ ഉള്ളിൽ ആരാ നിൽക്കുന്നത്? കാറ്റാണ് നിൽക്കുന്നത് അല്ലേ? ഫസ്റ്റ് വണ്ണിൽ അതെന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. പുറത്ത് നിൽക്കുന്നത് ആരാണ്? ഡോഗാണ് അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. അതേപോലെ ഈ ഒരു പിക്ചറിലോ ഉള്ളിൽ നിൽക്കുന്ന ആരാണ്? നമ്മളെ റാറ്റാണ് അല്ലേ? അപ്പോൾ അത് ടിക്ക് ചെയ്യുക. പുറത്ത് നിൽക്കുന്നതോ കാറ്റാണ്, അപ്പോൾ അത് ക്രോസ് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. അവിടെ ഒരു പോണ്ട് തന്നിട്ടുണ്ട് അല്ലേ? ആ പോണ്ടിൽ ദ ഫിഷസ് ആർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ പോണ്ടിൻ്റെ എവിടെയാണ് നമ്മളെ ഫിഷസ് ഉള്ളത്? ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ? ഇൻസൈഡ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻസൈഡ് എന്നുള്ളത് എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ദ ഫ്രോഗ്സ് ആർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ പോണ്ട് അല്ലേ? ഫ്രോഗ്സ് എവിടെ ഇരിക്കുന്നത്? ഫ്രോഗ്സ് ഇത് എവിടെ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഫ്രോഗ്സ് എവിടെയാണ്? ഔട്ട്സൈഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്സൈഡ് ടിക്ക് ചെയ്യണം. അപ്പോൾ അത്രയാണ് ഈ ഒരു ഫസ്റ്റ് പേജിൽ വരുന്നത്. ഫസ്റ്റ് പേജ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് സെക്കൻഡ് പേജിലോട്ട് പോവാം. നോക്കൂ, വേർ ഡു യു സ്ലീപ്പ്? ഓക്കെ, നിങ്ങൾ എവിടെയാണ് ഉറങ്ങാറ്? ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ റൂം? ഇൻസൈഡ് ആണോ ഉറങ്ങാറ്, ഔട്ട്സൈഡ് ആണോ ഉറങ്ങാറ് എന്നാണ് കേട്ടോ. അപ്പോൾ എവിടെയാണ്? നമ്മൾ ഇൻസൈഡ് ആണ് എന്ത് ചെയ്യേണ്ടത്? ടിക്ക് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് വുഡ് യു കീപ് ആസ് എ പെറ്റ് ഇൻ യുവർ ഹോം? നമ്മൾ പെറ്റായിട്ട് വളർത്തുന്ന ആനിമൽ ഏതാണ്? നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കേട്ടോ. ലയൺ ആണോ കാറ്റാണോ എന്നല്ലേ? ഇതൊക്കെ എല്ലാവർക്കും നമുക്ക് അറിയാവുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് അറിയാം. ലയണിനെ നമ്മൾ വീട്ടിൽ വളർത്തില്ലല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഏത് ടിക്ക് ചെയ്യണം? കാറ്റ് ടിക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹാൻഡ്സ് ഓൺ ലേണിംഗ്. The teacher asks the students to open their bags and take out some books randomly, then ask them to write the names of the books as under. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? കുറച്ച് ബുക്സ് എടുത്തിട്ട് പുറത്ത് വെക്കാൻ പറയുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? നെയിം ദ ബുക്സ് ഇൻസൈഡ് ദ ബാഗ്, നെയിം ദ ബുക്സ് ഔട്ട്സൈഡ് ദ ബാഗ്. ഓക്കെ, അപ്പോൾ അവരുടെ ബുക്സിൻ്റെ ഏതൊക്കെ ബുക്സാണ് ഉള്ളിലുള്ളത്, ഏതൊക്കെ ബുക്സാണ് പുറത്തുള്ളത് എന്നാണ് ഇതിൽ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ബുക്സ്, ഉള്ളിലുള്ള ബുക്സ് ഏതൊക്കെ? അപ്പോൾ നമ്മൾ റാൻഡായിട്ട് വെക്കുമ്പോൾ, ഇപ്പോൾ മാത്സ് പീരീഡ് ആണെങ്കിൽ മാത്സ് ബുക്ക് എന്തായാലും എന്തായിരിക്കും? പുറത്തായിരിക്കും അല്ലേ? അപ്പോൾ പുറത്തുള്ളതിൽ ബുക്സിലെ പേര് എന്തൊക്കെ എഴുതാം? മാത്സ് എന്ന് എഴുതാം. അതേപോലെ ഏതെങ്കിലും ബുക്സാണ് അവർ ഏതൊക്കെയാണ് പുറത്ത് വെച്ചിട്ടുള്ളത് വെച്ചാൽ അത് ഔട്ട്സൈഡ് എഴുതാം അല്ലേ? ഉള്ളിൽ ബാക്കിയുള്ളത് ഏതൊക്കെയാ വെച്ചാൽ ഇൻസൈഡ് എഴുതാം. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇനി ബുക്സ് തന്നെ വേണമെന്നില്ല. അവർക്ക് ഈസി ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, നമുക്ക് ഇൻസൈഡ് ഔട്ട്സൈഡ് കോൺസെപ്റ്റാണ് പഠിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ബുക്സിൻ്റെ പേരോ സബ്ജക്ട്സിൻ്റെ പേരോ തന്നെ എഴുതണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഐഡിയ ആയിട്ട് എന്ത് ചെയ്യാം? കുട്ടികൾക്ക് ഇപ്പോൾ പെൻസിൽ, അവരുടെ കയ്യിൽ പുറത്ത് എന്തായാലും പെൻസിൽ ഉണ്ടായിരിക്കും അല്ലേ? അതേപോലെ എന്തുണ്ടായിരിക്കും? ബുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഔട്ട്സൈഡുള്ള ഐറ്റംസിൽ എന്ത് എഴുതാം? ബുക്സും അതേപോലെ ബുക്ക് ആൻഡ് പെൻസിൽ എഴുതാം അല്ലേ? അവർക്ക് നന്നായിട്ട് അറിയാവുന്ന സ്പെല്ലിംഗ് ആയിരിക്കും, അവർക്ക് അറിയാവുന്ന വേർഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് ബാഗിലുള്ളത് എന്തൊക്കെയായിരിക്കും? വാട്ടർ ബോട്ടിൽ ഉണ്ടായിരിക്കാം അല്ലേ? പിന്നെ എന്തുണ്ടായിരിക്കാം? കളേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സ്പെല്ലിങ്ങൊക്കെ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നതാണ്. അപ്പോൾ ഔട്ട്സൈഡ് ഇൻസൈഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ നമുക്കതിന്ന് നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. ബുക്സിൻ്റെ സബ്ജക്ട്സിൻ്റെ നെയിമും സ്പെല്ലിംഗ് ഒന്നും അറിയാത്തവർ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് എന്താണ്? ഒരു ആർട്ട് ഇൻറ്റഗ്രേഷൻ വർക്കാണ് കേട്ടോ. 2 ആപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം? ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ വരയ്ക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാംഗോ എവിടെ വരയ്ക്കണം? ബാസ്ക്കറ്റിൻ്റെ പുറത്ത് വരയ്ക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അതും ഇൻസൈഡ് ഔട്ട്സൈഡ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കുട്ടികളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയിലൊക്കെ അവർ വരയ്ക്കും. അത് അവരുടെ ഇഷ്ടമുള്ള കളേഴ്സ് അവർ ചൂസ് ചെയ്യും. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് അവരിലേക്ക് എത്തിക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ നോക്കൂ. ടോപ്പ് ബോട്ടം
ഓൺ അണ്ടർ എബവ് ബിലോ ആണ് കേട്ടോ. സർക്കിൾ ദ ഒബ്ജെക്ട്സ് വിച്ച് ആർ ഓൺ ദ ടോപ്പ് ആൻഡ് ടിക്ക് ദ വൺസ് ദാറ്റ് ആർ ബോട്ടം. അതായത് എന്താ വേണ്ടേ, ടോപ്പിലുള്ളതൊക്കെ സർക്കിൾ ചെയ്യണം, ബോട്ടമിലുള്ളതൊക്കെ എന്ത് ചെയ്യണം, ടിക്ക് ചെയ്യണം. ഇവിടെ നോക്കൂ, ഒരു ക്യാറ്റ് ഉണ്ട്, ഒരു റാറ്റ് ഉണ്ട്. ആരാണ് ടോപ്പ്? ടോപ്പിലുള്ളത് ആരാണ്? ടോപ്പിലുള്ളത് റാറ്റ് ആണ് അല്ലേ, അപ്പോൾ അത് എന്ത് ചെയ്യണം, സർക്കിൾ ചെയ്യണം. ബോട്ടം ആരാണ്? ക്യാറ്റാണ്. അപ്പോൾ അത് നമ്മൾ ടിക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് ഒരു ക്രിസ്മസ് ട്രീ കണ്ടോ, അതിൻ്റെ ടോപ്പിൽ എന്താണുള്ളത്, ഒരു സ്റ്റാർ ഉണ്ട് അല്ലേ, അത് നമ്മൾ സർക്കിൾ ചെയ്തു. പിന്നെ ബോട്ടം 2 ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ 2 ഗിഫ്റ്റ് ബോക്സും നമ്മൾ എന്ത് ചെയ്തു, ടിക്ക് ചെയ്തു. കുട്ടികൾക്ക് ഡൗട്ട് വരും, രണ്ടും ടിക്ക് ചെയ്യണോ അതോ ഒരെണ്ണം ടിക്ക് ചെയ്യണോ? ബോട്ടം ഉള്ളതെല്ലാം നമുക്ക് ടിക്ക് ചെയ്യാം, അത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഓൺ ആൻഡ് അണ്ടർ. ഓണും അണ്ടറും ഉള്ളതുമാണ് നമ്മൾ അടുത്തത് ഫില്ല് ചെയ്യേണ്ടത്. ഈ ഒരു പിക്ചർ ബേസ് ചെയ്തിട്ടാണ് വേണ്ടത് കേട്ടോ. ദ ക്യാറ്റ് ഈസ് ഡാഷ് ദ ടേബിൾ. ക്യാറ്റ് എവിടെയുള്ളത്? ഓൺ ആണോ അണ്ടർ ആണോ? മുകളിലാണ് അല്ലേ, അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? ഓൺ. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ ബോൾ ഈസ് എവിടെ? ബോൾ എവിടെയുള്ളത്? ആ താഴെയാണ് അല്ലേ, ആ ടേബിളിൻ്റെ താഴെ. അപ്പോൾ നമ്മൾ എന്ത് പറയണം? അണ്ടർ. UNDER. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ ജഗ്. ജഗ് എവിടെയുള്ളത്? ഓൺ ആണല്ലേ, അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ എന്ത് ഫില്ല് ചെയ്യണം? ഓൺ എന്ന് ഫില്ല് ചെയ്യണം. നെക്സ്റ്റ് വൺ, അടുത്ത എന്താ? ഡോഗ് ഈസ് സ്ലീപ്പിംഗ് അണ്ടർ. ഡോഗ് എവിടെയാണ് ഉറങ്ങുന്നത്? അണ്ടർ ആണല്ലേ, അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? അണ്ടർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ഒരു പേജിൽ ഫില്ല് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോവാം. നെക്സ്റ്റ് പേജ് നോക്കൂ. ദ ഒബ്ജെക്ട്സ് ആർ above. Tick the objects that are above and circle the object that ones are below. അല്ലേ, മുകളിലുള്ളതൊക്കെ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. താഴെയുള്ളത് എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. എയ്റോപ്ലെയിൻ ആണോ അതോ ആ ബേർഡാണോ മുകളിലുള്ളത്? മുകളിലുള്ളത് എയ്റോപ്ലെയിൻ ആണ്, അപ്പോൾ നമ്മൾ ടിക്ക് ചെയ്തു. സർക്കിൾ ചെയ്യണം. ഏത്? താഴെയുള്ളത് സർക്കിൾ ചെയ്യണം. താഴെയുള്ളത് ഏതാണ്? ആ ബേർഡാണ് അല്ലേ. ഈ ഒരു പിക്ചറിൽ നോക്കൂ, മുകളിലുള്ളത് ഏതാണ്? ക്ലോക്കാണ്, താഴെയുള്ളത് TV ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളത് സർക്കിൾ ചെയ്യുകയും ചെയ്തു, ടിക്ക് ചെയ്യുകയും ചെയ്തു. അത്രയാണ് അതിലൊരു വർക്ക് വരുന്നത്. അടുത്ത് നോക്കൂ, നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു 4 വേർഡ്സ് എന്തായാലും അവർക്ക് എന്ത് ചെയ്യണം? സ്പെല്ലിംഗ് അറിയണം. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വർക്കാണ്. ഇൻസൈഡ് നോക്കൂ, ഇൻസൈഡിൽ എവിടെ കാണുന്നത്? ഇതാ ഇൻസൈഡ്, അത് സർക്കിൾ ചെയ്യുക. പിന്നെ ടോപ്പ് കാണുന്നുണ്ടോ? ഇത് അവിടെ ഉണ്ട് അല്ലേ, ടോപ്പ്. എബവ് എന്നുണ്ടോ? എബവ് എവിടെയുള്ളത്? ജസ്റ്റ് നോക്കൂ, ഇതാ ഇൻസൈഡിൻ്റെ താഴെയായിട്ട് ഇതാ ഇവിടെ എബവ് ഉണ്ട്. അണ്ടർ എവിടെയുള്ളത്? ഇതാ ഇവിടെ തന്നെ നോക്കൂ, ഇതാ അണ്ടർ. കണ്ടോ, ഇത്രയും ഈ 4 വേർഡ്സാണ് ഇതൊന്ന് കണ്ടുപിടിക്കേണ്ടത്. അത് അവർ ഈസി ആയിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ അത്രയേ ഉള്ളൂ ഈ ഒരു വർക്ക്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് ബിഫോർ ആഫ്റ്റർ ബിറ്റ്വീൻ കോൺസെപ്റ്റാണ് വരുന്നത്. കണ്ടോ, ഒരു ഗേൾ, ഒരു ബോയ് അല്ലേ. അതിൽ റെഡ് ഷർട്ട് ഇട്ട ബോയ് എവിടെയാണ് നിൽക്കുന്നത്? യെല്ലോ ഷർട്ട് ഇട്ട ഗേളിൻ്റെയും അതേപോലെ ഗ്രീൻ ഷർട്ട് ഇട്ട ബോയുടെയും ബിറ്റ്വീനാണ് ആര് നിൽക്കുന്നത്? ആ റെഡ് ഷർട്ട് ഇട്ട ആ ബോയ് നിൽക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലവർ കളർ ചെയ്യേണ്ടത് കളർ ദ ഹൗസ് ബിറ്റ്വീൻ 2 ട്രീസ്. ഈ 2 ട്രീസിൻ്റെ ഇടയിലുള്ള ഈ ഹൗസ് അവരെന്ത് ചെയ്യണം? കളർ ചെയ്യണം. അപ്പോൾ അതൊന്നും അവർക്ക് എന്ത് മനസ്സിലാക്കാം? ബിറ്റ്വീൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാം. അടുത്ത നോക്കൂ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ ഫോളോയിങ്. ബിഫോർ ദ ചൈൽഡ് സിറ്റിംഗ് ബിഫോർ രാഹുൽ. ബിഫോർ, രാഹുലിൻ്റെ മുന്നിരിക്കുന്ന ആൾ ആരാണ്? ബിഫോർ ആരാ? ബി ആണ്. ഓക്കെ, രാഹുലിൻ്റെ ശേഷം ഇരിക്കുന്ന ആരാ? എ ഫോർ ദ ചൈൽഡ് സിറ്റിംഗ് ആഫ്റ്റർ രാഹുൽ. രാഹുലിന് ശേഷം ഇരിക്കുന്നത് ആരാണ്? രാഹുലിന് ശേഷം ഇരിക്കുന്ന ആൾ എ ആണ്. അപ്പോൾ ആരാവും ഇതിൽ? ബി. ഇതാണ് ബി അല്ലേ, രാഹുലിൻ്റെ മുന്നിലിരിക്കുന്ന ആൾ. ബാക്കിൽ, അതായത് നെക്സ്റ്റ് രാഹുൽ കഴിഞ്ഞിട്ട് ആരായിരിക്കുന്നത്? ശേഷം ആരായിരിക്കുന്നത്? അതാണ് എ. അപ്പോൾ ഇവിടെ ബി, ഇവിടെ എ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. In each of the following sets, one object does not belong to the group. Find out and circle the object. ഫസ്റ്റ് വൺ നോക്കൂ, എല്ലാം ബേർഡ്സ് ആണ്. ഒരു ട്രീ ഉണ്ട് അല്ലേ, അത് മാത്രം സർക്കിൾ ചെയ്യാം. അപ്പോൾ അതാണ് ഓഡ് വൺ ഔട്ട് അല്ലേ. നെക്സ്റ്റ് വണ്ണിലോ എല്ലാം ബേർഡ്സ് ആണ്, ഒരു ബി ഉണ്ട് അല്ലേ. നെക്സ്റ്റ് വണ്ണിലോ എല്ലാം നമ്മളെ വെഹിക്കിൾസ് ആണ്, അതിലെല്ലാം 4 വീൽസ് ആണ്, ഇത് മാത്രം 2 വീലാണ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, ഇതെല്ലാം എന്താണ്? ഫുഡ് ഐറ്റംസ് ആണ്, ഇത് മാത്രം ഡ്രിങ്കിങ് ആണ് അല്ലേ. പിന്നെ അടുത്ത നോക്കൂ. സർക്കിൾ ദ ബേർഡ്സ് ഫ്രം ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്. ഈ ആനിമൽസിൽ ബേർഡ്സിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. എല്ലാ ബേർഡ്സിനെയും എന്ത് ചെയ്യുക? സർക്കിൾ ചെയ്യുക കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ളൊരു വർക്കാണ്. എല്ലാ ബേർഡ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. എല്ലാ ബേർഡ്സിനെയും സർക്കിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലത്തെ വർക്ക് കഴിഞ്ഞു.
നെക്സ്റ്റ് വൺ ക്രോസ് ദ ജങ്ക് ഫുഡ് ഐറ്റംസ് ഫ്രോം ദ ഗിവൺ സെറ്റ് ഓഫ് പിക്ചേഴ്സ്. എല്ലാറ്റിലും ജങ്ക് ഫുഡ് ഐറ്റം എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം അല്ലേ? ഇത് ജങ്ക് ഫുഡ് അല്ലേ? ഫസ്റ്റ് വൺ എന്താണ്? ഒരു ഫ്രൂട്ടാണ്. പിന്നെ ബനാന. ഇതാ ഇതിൽ ജങ്ക് ഫുഡ് ഇതാണ് അല്ലേ? അടുത്തതിലെയോ നെക്സ്റ്റിൽ ഇതാ ഇവിടെ ഇതെന്തായിരുന്നു? ജങ്ക് ഫുഡാണ്. അത് കഴിഞ്ഞിട്ട് ഡോണറ്റ്സ്. പിന്നെ ഇവിടെ എന്താ? ഐസ്ക്രീമും നമുക്ക് ജങ്ക് ഫുഡായിട്ട് അധികം നമ്മൾ യൂസ് ചെയ്യരുത്, നമുക്ക് അതിൽ കൂട്ടാം. നെക്സ്റ്റ് വൺ ഏതാണ്? ഇതാ കേക്ക് അല്ലേ? പിന്നെയോ പിന്നെ അതിലൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് വൺ നോക്കൂ, ഇതിലോ ഇതാ ബർഗർ എന്താണ്? ജങ്ക് ഫുഡായിട്ടാണ് അല്ലേ? പിന്നെ ലാസ്റ്റ് വൺ എന്തായിരുന്നു? ലാസ്റ്റ് വൺ സാൻഡ്വിച്ച് പോലെ ഒരു സംഭവമാണ്, അപ്പോൾ അതും ജങ്ക് ഫുഡാണ് അല്ലേ? നെക്സ്റ്റ് വൺ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മൾ ലൈൻസ് മാച്ച് ചെയ്യാനാണ്. ഫസ്റ്റ് ബാറ്റ് ഏതൊക്കെ മാച്ച് ചെയ്യണം? ബോളിലോട്ട് മാച്ച് ചെയ്യണം അല്ലേ? നെക്സ്റ്റ് ടൂത്ത് പേസ്റ്റ് ആണ്, ടൂത്ത് പേസ്റ്റും ബ്രഷും. നെക്സ്റ്റ് വൺ ടേബിൾ ചെയർ. പിന്നെ അടുത്തത് എന്തായിരുന്നു? അടുത്തത് പെൻസിലും ഇറൈസറുമാണ്. നെക്സ്റ്റോ ഷൂവും സോക്സും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ വർക്ക്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ വർക്ക് ബുക്ക് ആക്ടിവിറ്റീസിൻ്റെ വർക്ക്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ വർക്ക്സ്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.